വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരിയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് പന്നിക്കെണിക്കായി ഒരുക്കിയ വൈദ്യുതി കമ്പിയിൽ തട്ടി വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. അനന്തുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം മഞ്ചേരിയിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോലീസ് സർജൻ അടക്കമുള്ളവർ ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്നും മനസ്സിലാക്കിയാണ് ഇപ്പോൾ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. കൂടുതൽ നടപടികളൊക്കെ തന്നെ ഇനി അവിടെ വെച്ചിട്ടായിരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. വഴിക്കടവിലെ അവിടെ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഇനിയുള്ള മറ്റ് നടപടികൾ ഉണ്ടാവുക. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ വഴിക്കടവ് വീട്ടിൽ വെച്ചിട്ടാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. ആദ്യം ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളത് കൂടി. ഇന്നലെ 8:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുകയും അതിൽ അനന്തു എന്ന SLCക്ക് പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇനി ഇതിലൊരു പ്രതിയെ പിടിക്കണമെന്നൊക്കെയുള്ള വലിയ ആവശ്യങ്ങളുണ്ട്. കൂടുതൽ അതിനുമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. കൂടാതെ തന്നെ ആ ഒരു പ്രദേശത്ത് ഇതിപ്പോൾ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയായിട്ട് നിലമ്പൂരിൽ ഉയർന്നു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു വേളയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഈ വനം വന്യമൃഗശല്യം അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനൊരു നടപടി വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഇന്ന് പ്രതിഷേധം കൂടി ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ നിലമ്പൂരിൽ നിലനിൽക്കുകയാണ്. വിപിൻ സി വിജയനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഈ മരിച്ച അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. കൂടുതൽ സൗകര്യങ്ങളടക്കം പരിഗണിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ ഈ അനന്തുവിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടണം എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിൽ നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ വളരെ വേദനാജനകമായൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ UDFന്റെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടു. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിനുണ്ട്. വനമേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്.